നഗരത്തിൽ നിന്നകന്ന് വയനാട്ടിലെ തണുപ്പുള്ളൊരിടത്ത് ഒരു പഴയ ബംഗ്ലാവ് സിദ്ധാർത്ഥ് തന്റെ പുതിയ ലോകമാക്കി. അവിടെ കണക്ഷനില്ലാത്തൊരു പഴയ ലാൻഡ്ലൈൻ ഫോൺ. പാതിരാത്രിക്ക് അത് ബെല്ലടിക്കുമ്പോൾ അവൻ അറിയുന്നില്ല വർഷങ്ങൾ മുൻപുള്ളൊരു രഹസ്യമാണ് തന്നെ തേടിവരുന്നതെന്ന്. രക്ഷിക്കൂ, അവർ വരുന്നു എന്നൊരു പെൺശബ്ദം. ആ പഴയ വീടിന്റെ തറയ്ക്കടിയിലെ ഒരു ഡയറിയും മാലയും. ആരാണ് വിളിക്കുന്നത്? ഭൂതകാലമോ അതോ? നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് വയനാട്ടിലെ തണുപ്പുള്ള ഒരു മലയോര ഗ്രാമത്തിൽ ഒരു പഴയ ബംഗ്ലാവ് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ വരികയാണ് സിദ്ധാർത്ഥ്. എഴുത്തുകാരനായ സിദ്ധാർത്ഥിന് തന്റെ പുതിയ നോവൽ പൂർത്തിയാക്കാൻ അല്പം ഏകാന്തത ആവശ്യമായിരുന്നു. ആ വീട് കണ്ടപ്പോൾ തന്നെ അവന് ഇഷ്ടപ്പെട്ടു. പഴയ തടിപ്പണികളും വലിയ ജനലുകളും ഉള്ള ഒരു കൊളോണിയൽ കാലത്തെ കെട്ടിടം. വീട് വൃത്തിയാക്കുന്നതിനിടയിലാണ് അവൻ ആ വിചിത്രമായ വസ്തു കാണുന്നത്. ലിവിംഗ് റൂമിലെ ഒരു പുരാതനമായ മേശയുടെ ഡ്രോയറിൽ ഒരു പഴയ ലാൻഡ്ലൈൻ ഫോൺ. കറുത്ത നിറത്തിലുള്ള വട്ടം കറക്കി ഡയൽ ചെയ്യുന്ന ആ ഫോണിന് പക്ഷേ കണക്ഷൻ വയറുകൾ ഒന്നുമുണ്ടായിരുന്നില്ല. ഒരു കൗതുകത്തിന് അവൻ അത് മേശപ്പുറത്ത് തന്നെ വെച്ചു. അന്ന് രാത്രി കൃത്യം 12 മണി. പുറത്ത് നല്ല മഞ്ഞും തണുപ്പും. പെട്ടെന്ന് ആ മുറിയിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആ പഴയ ഫോൺ ബെല്ലടിച്ചു. സിദ്ധാർത്ഥ് ഞെട്ടിപ്പോയി. വയറില്ലാത്ത ഒരു ഫോൺ എങ്ങനെ ബെല്ലടിക്കും? അവൻ സംശയത്തോടെ ഫോൺ എടുത്തു. സിദ്ധാർത്ഥ്, ഹലോ. ആരാണ്? മറുപുറത്ത് നിന്ന് ഭീകരമായ കാറ്റടിക്കുന്ന ശബ്ദം മാത്രം. പിന്നെ ഒരു കിതപ്പും. ശബ്ദം, സിദ്ധാർത്ഥ്, ഓടിപ്പോകൂ. അവൻ വരുന്നുണ്ട്. പുറകിലെ വാതിൽ. അത് തുറന്നു കിടക്കുകയാണ്. ഫോൺ കട്ടായി. സിദ്ധാർത്ഥിന്റെ നെഞ്ചിടിപ്പ് കൂടി. അവൻ വേഗം അടുക്കളയുടെ പുറകിലെ വാതിൽ നോക്കി. അത് ശരിക്കും തുറന്നു കിടക്കുകയായിരുന്നു. അവൻ വന്ന് താമസിച്ച ശേഷം ആ വാതിൽ തുറന്നിട്ടേയില്ല. ഭയത്തോടെ അവൻ അത് പൂട്ടി. ആരോ തന്നെ നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് അവൻ സംശയിച്ചു. അടുത്ത ദിവസം രാവിലെ അവൻ അയൽവാസിയായ രാഘവൻ ചേട്ടനെ കണ്ടു. സിദ്ധാർത്ഥ്, ചേട്ടാ, ഈ വീട്ടിൽ ഇതിനു മുൻപ് ആരെങ്കിലും താമസിച്ചിരുന്നോ? രാത്രിയിൽ ആരോ എന്നെ വിളിച്ചു പേടിപ്പിക്കുന്നു. രാഘവൻ ചേട്ടന്റെ മുഖം മങ്ങി. മോനെ, 10 കൊല്ലം മുൻപ് അവിടെ ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. ഒരു രാത്രിയിൽ ആരോ അവളെ ഉപദ്രവിക്കാൻ നോക്കി. അവൾ സഹായത്തിനായി ആ പഴയ ഫോണിലൂടെ പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫോൺ കണക്ഷൻ അന്ന് കട്ടായിരുന്നു. അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇന്നും ആർക്കും അറിയില്ല. ആ കൊലയാളി ഇന്നും ഈ പരിസരത്ത് എവിടെയോ ഉണ്ടെന്നാണ് സംസാരം. സിദ്ധാർത്ഥിന് പേടി തോന്നിത്തുടങ്ങി. അന്ന് രാത്രിയും അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. കൃത്യം 12 മണിക്ക് ഫോൺ വീണ്ടും ബെല്ലടിച്ചു. ഇത്തവണ ശബ്ദം കുറച്ചുകൂടി വ്യക്തമായിരുന്നു. ശബ്ദം, സിദ്ധാർത്ഥ്, നീ ഇവിടുത്തെ രഹസ്യങ്ങൾ അന്വേഷിക്കരുത്. അവൻ അത് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ തന്നെ ഈ വീട് വിട്ടുപോകൂ. അവൻ നിന്റെ ബെഡ്റൂമിന് താഴെയുണ്ട്. സിദ്ധാർത്ഥ് ടോർച്ച് എടുത്ത് ബെഡ്റൂമിന് താഴെയുള്ള ചെറിയ ഗോഡൌണിലേക്ക് പോയി. അവിടെ തറയിൽ ഒരു വിള്ളൽ അവൻ കണ്ടു. അത് നീക്കിയപ്പോൾ കണ്ട കാഴ്ച അവനെ തളർത്തിക്കളഞ്ഞു. വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഡയറിയും ഒരു സ്വർണമാലയും. ആ ഡയറിയിൽ ആ പെൺകുട്ടി എഴുതിയ അവസാന വാക്കുകൾ ഇതായിരുന്നു: എന്നെ കൊല്ലാൻ വരുന്നത് ഈ വീടിന്റെ കാവൽക്കാരൻ തന്നെയാണ്. അവൻ എന്നെ ഈ തറയ്ക്കടിയിൽ. പെട്ടെന്ന് സിദ്ധാർത്ഥിന് പിന്നിൽ ഒരു നിഴൽ കണ്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ കയ്യിൽ ഒരു കൊടുവാളുമായി ആ പഴയ കാവൽക്കാരൻ. അയാൾക്ക് ഇപ്പോൾ പ്രായമായെങ്കിലും കണ്ണുകളിലെ ക്രൂരത മാറിയിരുന്നില്ല. കാവൽക്കാരൻ, നീ ഒരുപാട് അറിഞ്ഞുപോയി മോനെ. ആ പെണ്ണിനെ കൊന്നത് ആരും അറിഞ്ഞില്ല. നിന്നെയും ആരും അറിയില്ല. അയാൾ സിദ്ധാർത്ഥിന് നേരെ അടുത്തു. സിദ്ധാർത്ഥ് പ്രാണരക്ഷാർത്ഥം ലിവിംഗ് റൂമിലേക്ക് ഓടി. അവൻ വീണുപോയി. കൊലയാളി ആയുധം ഓങ്ങിയ നിമിഷം ആ പഴയ ഫോൺ മുമ്പെങ്ങുമില്ലാത്ത വിധം ഉച്ചത്തിൽ നിലവിളിക്കുന്നത് പോലെ ബെല്ലടിച്ചു. ആ അപ്രതീക്ഷിത ശബ്ദത്തിൽ കൊലയാളി ഒന്ന് പതറി. ആ സെക്കൻഡിൽ സിദ്ധാർത്ഥ് കയ്യിൽ കിട്ടിയ ഒരു വിളക്ക് എടുത്ത് അയാളുടെ തലയ്ക്കടിച്ചു. അയാൾ ബോധരഹിതനായി വീണു. സിദ്ധാർത്ഥ് വേഗം പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് അയാളെ കൊണ്ടുപോയി. പോകുന്നതിനു മുൻപ് ഒരു പോലീസ് ഓഫീസർ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത് ഇയാൾ തന്നെയാണ് കൊലയാളിയെന്ന്? സിദ്ധാർത്ഥ് ആ മേശപ്പുറത്തെ ഫോണിലേക്ക് നോക്കി. അവൻ പറഞ്ഞു, ഈ ഫോൺ. ഇത് എന്നെ സഹായിച്ചതാണ്. ഓഫീസർ ചിരിച്ചു. മോനെ, ഈ ഫോണിന്റെ കണക്ഷൻ 10 വർഷം മുൻപ് കട്ടായതാണ്. ഇത് വർക്ക് ചെയ്യില്ലല്ലോ.
പോലീസ് പോയിക്കഴിഞ്ഞു. സിദ്ധാർത്ഥ് ആ ഫോണിന് അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് അതിൽ നിന്ന് ഒരു ചെറിയ മർമ്മരം കേട്ടു. ശബ്ദം നന്ദി. സിദ്ധാർത്ഥ്. അതൊരു പെൺകുട്ടിയുടെ ശബ്ദമായിരുന്നു. അവൻ മെല്ലെ ആ ഫോൺ എടുത്തു നോക്കി. അതിന്റെ ദേലിൽ രക്തം കൊണ്ട് എഴുതിയ പോലെ 0 എന്ന് തെളിഞ്ഞു കണ്ടു. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മഞ്ഞിനിടയിൽ ഒരു പെൺരൂപം കൈവീശി പതുക്കെ മായുന്നത് അവൻ കണ്ടു.